ഒരു ജീവിത പങ്കാളിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ഡോക്ടർ ടൈറ്റസ് പി വർഗീസ്, സെക്സോളജിസ്റ്റും സൈക്കോളജിസ്റ്റുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. നമുക്കറിയാം, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വളരെ ലോട്ടറി എടുക്കുന്നതൊക്കെയെന്ന് പറയാറുണ്ട്. ശരിക്കും അങ്ങനെയല്ല എങ്കിൽ പോലും നമ്മൾ അശ്രദ്ധമായിട്ടാണ് നമ്മളൊരു പങ്കാളിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ലോട്ടറി അടിക്കുന്ന പോലെ ആകാൻ സാധ്യതയുണ്ട്. അതല്ല, ശരിക്കും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യോജിച്ച, കുറച്ചെങ്കിലും അനുയോജ്യമായ ഒരു പങ്കാളിയെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ബേസിക്കലി ഒരാൾ ഒരു പങ്കാളിയെ വേണമെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ, പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു ദാമ്പത്യ ജീവിതം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം സ്വയം ചിന്തിക്കേണ്ടത്. അദ്ദേഹം നമ്മളെ ആഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ആലോചിച്ചുറപ്പിച്ചാണ് ആ ആലോചനയെങ്കിൽ ശരിക്കും നമ്മളെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ജീവിത പങ്കാളിയിൽ ആദ്യം നമ്മൾ തേടേണ്ടത് നമ്മളെ ബഹുമാനിക്കുന്ന ആളാണോ എന്നുള്ളതാണ്. നമുക്കറിയാം, സ്നേഹമെന്ന് പറയുന്നത് എല്ലാവരും തമ്മിലും സ്നേഹമാണ്, അല്ലേ? ആരും നമ്മൾ ശത്രുതാ മനോഭാവങ്ങളൊക്കെ വളരെ ചുരുക്കമാണ്. സ്നേഹത്തിൻ്റെ കുറവുകൊണ്ടല്ല പലപ്പോഴും ദാമ്പത്യങ്ങൾ പൊട്ടിപ്പോകുന്നത്. സ്നേഹത്തിനൊരു പരിധിയുണ്ട്. പക്ഷേ സ്നേഹം പ്ലസ് ബഹുമാനം കൂടെ ആണെങ്കിൽ അവിടെ പൊട്ടിച്ചെറിയാൻ കുറച്ച് വൈമുഖ്യം ഉണ്ടാകും. അപ്പം നമ്മളെ ബഹുമാനിക്കുന്ന, ശരിക്കും പരസ്പര ബഹുമാനമാണ് ഒരു ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ ബഹുമാനിക്കുന്ന ഒരാളാണോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. പിന്നീട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതാണ്ട് ഒരേ തരത്തിലുള്ള മൂല്യബോധമാണോ രണ്ടുപേരുടെയും. അതായത് രണ്ട് സംസ്കാരത്തിലാണ്, തീർത്തും വ്യത്യസ്തമായ രണ്ട് സംസ്കാരത്തിലാണ് അവർ വളർത്തപ്പെട്ടതെങ്കിൽ പ്രശ്നമാകും. ഏകദേശമെങ്കിലും ഒരു സാമ്യമുള്ള, സാദൃശ്യമുള്ള, അല്ലെങ്കിൽ നമുക്ക് താരതമ്യപ്പെടുത്താവുന്ന രണ്ട് സംസ്കാരങ്ങളാണ് ഈ രണ്ടു പേരെങ്കിൽ സന്തോഷകരമായൊരു ദാമ്പത്യമുണ്ട്. അപ്പോൾ നമ്മളൊരു ജീവിത പങ്കാളിയെ തേടുമ്പോൾ നമ്മുടേതിന് ഏകദേശമെങ്കിലും അടുത്ത് നിൽക്കുന്ന മൂല്യങ്ങൾ പുലർത്തുന്ന ഒരു കുടുംബത്തിൽ നിന്നൊരു ചുറ്റുപാടിൽ നിന്നാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം അങ്ങനെയെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരില്ല. കാര്യങ്ങൾ ഒരാളെ പറഞ്ഞ് ട്യൂഷൻ എടുത്ത് ബോധ്യപ്പെടുത്തേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബോറാണല്ലേ. അപ്പോൾ തന്നെ ഒരു അകൽച്ച അവർ രൂപപ്പെടുകയാണ്. നമ്മൾ പറയാതെ തന്നെ, നമ്മുടെ ഒരു വാക്കുകളില്ലാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരേപോലെയുള്ള സാഹചര്യങ്ങൾ വളർത്തപ്പെട്ടവരായിരിക്കണം. അവരുടെ മൂല്യബോധം ഏതാണ്ട് ഒരുപോലെ തന്നെ ആയിരിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ ജീവിത പങ്കാളിയിൽ ഉണ്ടോ എന്ന് തേടേണ്ടത്, ഈ ദാമ്പത്യ ജീവിതത്തിന് ആദ്യ പ്രാധാന്യം, അതായത് ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്ന ആളാണോ? കാരണം ദാമ്പത്യം എന്ന് പറയുന്ന ഒരു സൈഡ് ബിസിനസ് അല്ല, അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പം അതിനെ ഒരു സൈഡ് ബിസിനസ്സായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയപ്പെടും. അത് അവർക്കിടയിൽ അത് വിഷയമാവും, പ്രശ്നമാവും. അപ്പം ദാമ്പത്യത്തിന് അനുയോജ്യമായിട്ടുള്ള, ദാമ്പത്യ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ അനുയോജ്യമായിട്ട് രീതിയിൽ മറ്റു കാര്യങ്ങൾ അയാൾ ക്രമീകരിക്കേണ്ടി വരും. അങ്ങനെ തന്നെ ആവണം. അപ്പം അതിന് തയ്യാറുള്ള ഒരാളാണെങ്കിൽ അതിന് ആദ്യ മുൻഗണന അതിന് കൊടുക്കുന്ന ആളായിരിക്കും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതൊരു സൈഡ് ബിസിനസ്സായിട്ട് കാണുന്നവർ അതിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടിയിരിക്കും. അത് ചോദിച്ചറിയാൻ നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. അയാളുടെ വാക്കുകൾ, അയാൾ അറിയാതെ വന്നു പോകുന്ന ചില സംസാര രീതികൾ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു, ബാക്കിയുള്ളവരുടെ ദാമ്പത്യത്തിൻ്റെ രീതികൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കണ്ടറിയുന്നതും കേട്ടറിയുന്നതുമാണല്ലോ നമ്മൾ പലപ്പോഴും കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അതൊക്കെ ഒന്ന് വിശകലനം ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ പ്രാഥമികമായിട്ട് വിശ്വസ്ത പുലർത്തുന്ന ആളാണോ, ആൾ വിശ്വസ്തനാണോ? വിശ്വസ്ത എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം നുണ പറയാത്ത ആളാണോ എന്നുള്ളതാണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അല്ലേ? ഇപ്പം വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ നുണ പറഞ്ഞ് പൊങ്ങച്ചമൊക്കെ കാണിച്ച് നമ്മളെന്തോ സംതിങ് ആണെന്ന് കാട്ടിക്കൂട്ടാനുള്ളൊരു വ്യഗ്രതയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം വിശ്വസ്തത എന്ന് പറയുന്നത് പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. ആക്ടിവിറ്റിയിൽ, അയാളുടെ പ്രവർത്തനങ്ങളിൽ വിശ്വസ്തത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വാക്കുകളിൽ വിശ്വസ്ത ഉണ്ടാകണം, സത്യസന്ധത വേണം. അപ്പം അങ്ങനെയുള്ള ഒരാളാണോ എന്നുള്ളത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളാണോ? നമ്മൾ എന്താണ് ഈ സ്നേഹം എന്ന് പറയുന്നത്? പരസ്പരം ഉയർത്തിക്കൊണ്ട് വരുന്നതാണ് ശരിയായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ
വേറെ ഒരാളെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നു, സഹായിക്കുന്നു എന്ന് പറയുമ്പം കുറച്ച് താഴെ നിൽക്കുന്ന ഒരാളിനെയാണ് നമ്മളിങ്ങനെ സഹായിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, പിന്തുണ എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വാക്കാണ്. ആളിൻ്റെ വ്യക്തിത്വത്തെ, ജീവിതത്തെ നമ്മൾ എത്രത്തോളം നമ്മൾ പരിഗണിക്കുന്നുണ്ട്, അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെയൊക്കെ അദ്ദേഹം കാര്യമായിട്ട് കാണുന്നുണ്ടോ എന്നാണ് നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ കാണുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അദ്ദേഹം നമുക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് തന്നെ നീങ്ങാൻ ഉള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് വസ്തുത. പിന്നെ 6ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് ചേർന്ന് പോകാൻ കഴിവുള്ള ആളാണോ? അതത്ര നിസ്സാര കാര്യമല്ല. കാരണം ഞാനും നീയും മാത്രം വഴി നമുക്ക് കെട്ടിപ്പിടിച്ചങ്ങ് സന്തോഷമായിട്ട് പോകാൻ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മുടെ പങ്കാളിയുടെ കുടുംബാംഗങ്ങളുമായിട്ടും ചേർന്ന് ഒന്നിച്ചു പോകാൻ ഉള്ള ഒരു മാനസികാവസ്ഥ ഉള്ള ആളാണോ നമ്മുടെ പങ്കാളി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു സന്തോഷകരമായൊരു കുടുംബജീവിതം, ഒരു ദാമ്പത്യം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ എന്തിനെങ്കിലും ചൊല്ലി നമ്മുടെ പേരൻസിനെ ചുറ്റിപ്പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ ചുറ്റിപ്പറ്റിയൊക്കെ അദ്ദേഹം പറയുന്ന വാക്കുകൾ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ചേക്കാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് ഒന്നിച്ച് ഒരേ തലത്തിൽ പോകാൻ ഉള്ള മാനസികാവസ്ഥ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ റിലാക്സ്ഡ് ആണ്, അല്ലേ? നമ്മുടെ മനസ്സ് വളരെ റിലാക്സ്ഡ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് അങ്ങ് ജാഗരൂകരാകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ബൗദ്ധിക നിലവാരം എത്രത്തോളം ഉണ്ട്. നമുക്കറിയാം ബൗദ്ധിക നിലവാരം കുറേയൊക്കെ വിദ്യാഭ്യാസവുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ടാണെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവും, വളരെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ മക്കൾ വളരെ ഉന്നത തലത്തിലേക്ക് മാറാറുണ്ട്. കാരണം പണ്ട് ആ മാതാപിതാക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസം ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് അവരുടെ ബൗദ്ധികതയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ ബുദ്ധി നിലവാരത്തെ വിദ്യാഭ്യാസവുമായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. നമുക്കറിയാം ഇപ്പം സാങ്കേതികപരമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാങ്കേതിക തലത്തിലുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവരൊന്നും എൻജിനീയേഴ്സ് ഒന്നും ആയിരിക്കത്തില്ല, ഒരു സർട്ടിഫിക്കേഷൻ പോലും ഉള്ളവരായിരിക്കത്തില്ല, ഡിപ്ലോമ ഒന്നും ഉള്ളവരായിരിക്കത്തില്ല. പക്ഷേ അവർക്ക് കാര്യങ്ങളെ പെട്ടെന്ന് വിശകലനം ചെയ്യാനും അവലോകനം ചെയ്യാനും കാര്യങ്ങളുടെ കാര്യകാരണങ്ങൾ കണ്ടെത്താനൊക്കെ ഒരു ശേഷി അവർക്കുണ്ടായിരിക്കും. പക്ഷേ അവർ വിദ്യാഭ്യാസം നോക്കിയപ്പോൾ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ബൗദ്ധിക നിലവാരം ഏകദേശം നമ്മളുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരാളിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ സംസാരത്തിൽ നിന്നും ആളിൻ്റെ ഇടപെടലിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഏതായാലും ബൗദ്ധികതയിൽ നമ്മളുമായിട്ട് ഏകദേശമെങ്കിലും താരതമ്യപ്പെടുത്താവുന്ന ഒരു ആളിനെ പങ്കാളിയാക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 6-7 കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, അല്ലേ? അപ്പം ഈ കാര്യങ്ങൾ ഒക്കെ ഏകദേശമെങ്കിലും ചേർന്ന് പോകുന്ന ഒരു പങ്കാളിയെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഉൾക്കാഴ്ച വളരെ ആഴത്തിലുള്ളതായിരിക്കണം. പിന്നെ കാര്യവിശകലന ശേഷി നമുക്കുണ്ടായിരിക്കണം. അതിന് ചിലപ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ സ്വയം സാധിച്ചു എന്ന് വരില്ല. അപ്പം നമ്മുടെ മുതിർന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മളെക്കാളിൽ കുറച്ചുകൂടെ കാര്യശേഷിയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, മുതിർന്ന സുഹൃത്തുക്കൾ ഒക്കെ നമുക്കതിന് സഹായകരമായേക്കാം. അങ്ങനെ വളരെ ആലോചിച്ച് മാത്രമേ നമ്മളൊരു ജീവിത പങ്കാളിയെ നമ്മൾ തിരഞ്ഞെടുക്കാവൂ. കാരണം ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവേണ്ട ആളാണ്. നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിട്ട് ഇന്ന് പിരിഞ്ഞു അല്ലെങ്കിൽ നാളെ വേഗം ബ്രേക്കപ്പായി അങ്ങനെയൊക്കെ പറയാൻ ഇതൊരു കുഞ്ഞുകളിയല്ലല്ലോ. അപ്പം നമ്മൾ ദാമ്പത്യത്തിലേക്ക് നമ്മൾ ചാടുന്നതിന് മുമ്പ്, നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് അതിനുള്ള സമയവും സാവകാശവും കണ്ടെത്തി നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.